ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് ഉമ്മ പറഞ്ഞ നടൻ, നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. നമ്മളിട്ട പേരാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കേട്ടോ. ഇവൻ ശരിക്കും യുറേക്ക ഫോർബ്സിന്റെ റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. നമുക്ക് ഇതിനെപ്പറ്റി ഒരു 50-50 അഭിപ്രായം ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 80% നന്നായി ക്ലീൻ ചെയ്യും. 80, ഒരു 75-80% ഞങ്ങൾ ഡെയിലി തൂക്കും തുടയ്ക്കും എല്ലാം ചെയ്യുന്നതാണ്. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകില്ല. പണ്ട് ആരാണ്ടോ പറഞ്ഞ കണക്ക് ചിലർക്കൊക്കെ ശരിയാകും, ചിലർക്കൊക്കെ ശരിയാകില്ല. ഞങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് തട്ടിമുട്ടി പോകുന്ന ആൾക്കാരാണ്. യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു 8 മാസമായി. ഇതുവരെ ആമസോൺ റിവ്യൂ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ക്ലീൻ ചെയ്യുന്നിടത്ത് അടിപൊളിയായി ക്ലീൻ ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കണ്ട പോലെ ക്യാമറ ഉള്ളിടത്തതിൻ്റെ അഭിനയം കൊണ്ട് ഈ കാണുന്ന പോലെ നല്ല സൂപ്പറായിട്ടൊക്കെ ക്ലീൻ ചെയ്യും. ഇത് യുറേക്ക ഫോർബ്സിന്റെ വലിയ ഫീച്ചേഴ്സ് ഇല്ലാത്ത ഒരു സാധാ റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. അപ്പം ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഡെയിലി യൂസ് ആയതുകൊണ്ട് ക്ലീനിങ് കഴിഞ്ഞ് ഇവനെ നല്ലപോലെ മിനുക്കി എടുക്കണം. അത് പണിപാടുള്ളൊരു പണിയാണ്. അത് പൊടിയും മുടിയും, പിന്നെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളുള്ള വീടാണെങ്കിൽ മുടിക്ക് ഒരു ഭംഗിയും കാണത്തില്ല. പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ സാധനം പോലും വാക്യൂം ചെയ്തെടുക്കും കേട്ടോ. പൊടി വാക്യൂം ചെയ്ത് എടുക്കുന്നത് കാണുമ്പം നമ്മൾ പോലും വിചാരിക്കും ഇത്രയും ക്ലീനായി കിടക്കുന്ന വീട്ടിൽ ഈ പൊടി എവിടുന്ന് വരുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്ന പൊടി വാക്യൂം ചെയ്തെടുക്കും. മോപ്പിങ് ആൻഡ് വാക്യൂം ചെയ്യുമ്പോൾ ടൈം നല്ലപോലെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. മോപ്പിങ് മാത്രമാണെങ്കിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യാൻ ഒരു 1.5 മണിക്കൂറൊക്കെ ധാരാളമാണ്. മോപ്പിങ് വാക്യൂം കൂടെ ഉണ്ടെങ്കിൽ അത് ഒരു 3 മണിക്കൂർ വരെ, 3 മണിക്കൂർ അപ്പുറം വരെ പോകാറുമുണ്ട്. മോപ്പിങ് ആൻഡ് വാക്യൂം ചെയ്യുന്ന സമയങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ചാർജ്. ചിലപ്പം അത് തീരുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം ഓഫായി പോകുന്നിരിക്കും. പിന്നെ മോപ്പിങ് ചെയ്യുമ്പോൾ വാട്ടർ കൺട്രോൾ ചില ദിവസം പണി തരുമെന്ന് പറഞ്ഞാൽ മുറിമാറേ വെള്ളം, 8ൻ്റെ പണി നമ്മൾ പിന്നെ വേറൊരു മോപ്പ് എടുത്ത് നോക്കേണ്ട അവസ്ഥയാണ്. ഓയിലി ഫ്ലോർ ആണെങ്കിൽ എന്താണെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉള്ളപ്പോൾ വാട്ടർ ഫ്ലോ ഓവറാണ്. നിന്നിടത്ത് തന്നെ നിന്ന് വട്ടം കറങ്ങുന്ന ഒരു പരിപാടിയുണ്ട് ഇവന്. ചില ദിവസങ്ങളിൽ ആൾക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയെന്നൊക്കെ പറഞ്ഞാലില്ലേ, നിങ്ങളൊന്ന് അനുഭവിച്ചു തന്നെ കാണണം. ചില റേസ് ക്ലീൻ ആക്കുന്നിടത്ത് പിന്നെയും പിന്നെയും വന്നങ്ങ് ക്ലീൻ ചെയ്യും. എന്താണെന്നറിയില്ല. ചിലപ്പം മനുഷ്യനെ പോലെ അല്ലല്ലോ, റോബോട്ടല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവനൊരു 3000 സ്ക്വയർ ഫീറ്റൊക്കെ നോർമലി ഇവൻ മോപ്പിംഗ് അല്ല വാക്യൂം മാത്രമേ ഉള്ളെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഇവൻ നമുക്ക് സെറ്റ് ആകും. അവൻ്റെ മൂഡ് പോലൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം യൂസ് ചെയ്യാൻ എളുപ്പമാണ്. മറ്റേ നമ്മുടെ യുറേക്ക ഫോർബ്സ് വരുന്ന അവരുടെ മറ്റേ മാനുവലുണ്ട്. ആ മാനുവൽ വെച്ച് നമ്മൾ പക്കയായിട്ട് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതിനകത്ത് പ്രധാന വില്ലൻ വൈഫൈ കണക്ഷൻ നോക്കിയെങ്കിലേ, വൈഫൈ ഓൺ ആണെങ്കിൽ ഏത് സ്ഥലത്ത് നിന്നും, എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ ഇല്ല, കേരളത്തിലില്ല, അങ്ങ് ബാംഗ്ലൂർ ആണെങ്കിലും ശരി, നമുക്ക് ഇവനെ ഫുള്ള് കൺട്രോൾ ചെയ്യാം. ചാർജിങ് സ്വിച്ച് ഓൺ ആണെങ്കിൽ റോബോട്ട് തന്നെ അതിൻ്റെ പോയിന്റിൽ പോയി ചാർജും ചെയ്യും കേട്ടോ. അതൊക്കെ ഒരു വലിയ സംഭവമൊക്കെയാണ്. പക്ഷേ ഒരു യൂസർ എന്ന നിലയിൽ ഒരു 70% ഞങ്ങൾ ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഒരു ജോലിയുള്ളവരാണ്, നിങ്ങൾക്ക് ഫുൾ ടൈം പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു യൂസ്ഫുൾ സൊല്യൂഷനാണ്. പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടും. ഒരിക്കലും ഒരു 100% ഒരു മാൻ പവർ ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഒരു 70-80% ഇവൻ ക്ലീൻ ആക്കി നമുക്ക് സാറ്റിസ്ഫൈഡ് ആക്കി തന്നെ ഇവൻ തരും. അപ്പം ഇതിനെപ്പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ കുറേ ക്ലീനിങ് ടിപ്സ്, നമ്മൾ ഈ മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യണം, ഈ റോബോട്ടിനെ എങ്ങനെ ക്ലീൻ ചെയ്യണം, അതിനെപ്പറ്റിയുള്ള ടിപ്സ് അടങ്ങുന്ന വീഡിയോ വീണ്ടും പുറകെ വരുന്നുണ്ട്. അപ്പം സ്ഥിരം പറയുന്ന പോലെ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.